ആശ്രിതർക്കെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. ആമേൻ. വിശുദ്ധ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും കുടുംബത്തിൽ സന്തോഷവും നിറയ്ക്കുകയും ചെയ്യട്ടെ. ആമേൻ. ആശ്രിതർക്കെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. കണ്ണീരൊഴുക്കി നിൻ സന്നിധി ചേരുമ്പോൾ കാരുണ്യ സ്നേഹത്താലേ കണ്ണീർ തുടയ്ക്കണേ. നീറും മനസ്സിൻ്റെ ഭാരങ്ങൾ നീക്കണമേ. കണ്ണീരൊഴുക്കി നിൻ സന്നിധി ചേരുമ്പോൾ കാരുണ്യ സ്നേഹത്താലേ തുടയ്ക്കണേ. നീറും മനസ്സിൻ്റെ ഭാരങ്ങൾ നീക്കണമേ. ഭാരങ്ങൾ നീക്കണമേ. ദിവ്യകാരുണ്യത്തിൻ ദിവ്യയാഗത്തിന്റെ സ്മരണം വിശുദ്ധമായ നിമിഷത്തിൽ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ കൊണ്ടാടാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Pensa
ശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരുതി നൽകിയ രക്ഷയെ പ്രതി നിരന്തരമായി സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ും
പിതാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരനെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള വായന 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളുടെ സന്തതികളോട് ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്ന ജീവനുള്ള സന്തതികളോടും പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയുമില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കാൻ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ആർക്കും സജീവനായും നശിപ്പിക്കാൻ പോരുന്ന ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടാകുകയുമില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ആത്മാക്കളുടെ ജീവിതം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന
കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുമെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതിനിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 5 19 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. തിരുനാളിൻ്റെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞാൻ 2 വർഷം ഇവിടെ വചനം പ്രഘോഷിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ വിളിച്ച ആൾ പ്രത്യേകം പറഞ്ഞു, അച്ഛൻ വന്ന വചന പ്രഘോഷണം നടത്തണം. വീണ്ടും ഈ അൾത്താരയിലേക്ക് കടന്നു വരാൻ സാധിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവിടെ ആയിരുന്ന നിമിഷങ്ങളെല്ലാം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പള്ളിപ്പണിയുടെ ഒരുക്കങ്ങളും മറ്റും ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം എപ്പോഴും മനസ്സിൽ പച്ചകടാതെ നിൽക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വീണ്ടും വരിക എന്നുള്ളത് സന്തോഷത്തിൻ്റെ സമയമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടുന്ന് പോയതിന് ശേഷം വേറെ പള്ളിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരിക എന്നുള്ളത് ഒരു സന്തോഷത്തിൻ്റെ സമയമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ മെയ് മാസം, ഏപ്രിൽ മാസങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒത്തിരിയേറെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ മാസമാദ്യം. ഇന്ന് ഡാമിയൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാം, ആരാണ് ഈ വിശുദ്ധർ? വിശുദ്ധരാരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ വേഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും
രോഗം മാറ്റുന്നവരാണ് വിശുദ്ധർ. വിഷാദരസം മാറ്റുന്നവരാണ് വിശുദ്ധർ. കാണാതെ പോയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് തരുന്നവരാണ് വിശുദ്ധർ. അങ്ങനെ ഒത്തിരിയേറെ വിശുദ്ധരെ പറ്റിയുള്ള ഗുണവിശേഷങ്ങളെല്ലാം പറയുമ്പോഴും ആരാണ് വിശുദ്ധരെന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയവരാണ് വിശുദ്ധർ. വിശുദ്ധാന്തപരമായി വിശുദ്ധരാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയവരാണ് വിശുദ്ധർ. പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ പരിശുദ്ധമാണ്. ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കും, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. ദൈവം പരിശുദ്ധനാണ്, ദൈവത്തിന്റെ വാക്കുകൾ പരിശുദ്ധമാണ്, ദൈവത്തിന്റെ തീരുമാനം പരിശുദ്ധമാണ്. ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയവരാണ് വിശുദ്ധർ. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയ വ്യക്തിയാണ് വിശുദ്ധ അന്തോണീസ്. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയ വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് തന്നെ വിശുദ്ധരാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലളിതമായ ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റിയവരാണ്. പതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ സെബസ്ത്യാനോസിലുള്ള പോലെ ഒരു രക്തസാക്ഷിത്വത്തിന്റെ അടയാളങ്ങളൊന്നും ആ ശരീരത്തിലില്ല. ഗീവർഗീസ് പുണ്യാനുള്ള പോലെ ആയുധങ്ങളുടെ അകമ്പടിയോ കുതിരയുടെ ജയവാരിയോ ഒന്നും ഈ വിശുദ്ധന്റെ ജീവിതത്തിലില്ല. ഒരു സാധുവായ ഒരു മനുഷ്യൻ, ഈശോയെല്ലാം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സാധുവായ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. ഈശോ ഒരു ബന്ധം പുണ്യാളച്ചനുണ്ടായിരുന്നു. 2008 കണ്ടമാലിൽ ക്രൈസ്തവർക്കെതിരെ അതിദാരുണമായ മതപീഡനം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസം ഞങ്ങൾ വരും, ക്രിസ്ത്യാനികളായ ഒരാൾ പോലും കുടിലുകളിൽ ഉണ്ടായിക്കരുത്.